സമ്മറാണല്ലോ, എന്നാൽ പിന്നെ ഈവനിങ് ഒരു വാക്കിന് പോകാമെന്ന് പറഞ്ഞിട്ട് ബീച്ചിലേക്ക് പോയതാണ്. പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് കിളി പോയി. നമ്മൾ ഇന്ത്യയിൽ ബീച്ചിൽ പോകുമ്പോൾ ഫുള്ള് ഡ്രസ്സൊക്കെ ഇട്ടിട്ടല്ലേ പോകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ലെന്നേ, എല്ലാവരും സ്വിം സ്യൂട്ടിലും സമ്മർ ഡ്രസ്സിലും ഒക്കെ ആയിരിക്കും. ഞാനാണെങ്കിൽ ജീൻസും പിന്നെ ടോപ്പും, ഹസ്ബൻഡാണെങ്കിൽ നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ ബീച്ചിൽ പോയത്. കാരണം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നൊരു ബീച്ചായിരുന്നു. ആദ്യം തന്നെ ഇങ്ങനൊരു ഏർമാടാണ് കണ്ടത്. ഏർമാടത്തിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ചെറിയൊക്കെ ആയി നിൽപ്പുണ്ട്. ഇതൊക്കെ ചെറിയാണോ തിന്നാൻ പറ്റുമെന്നൊന്നും അറിയാത്തതുകൊണ്ട് പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഏർമാടത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഒരു ക്യാൻറ്റീൻ പോലത്തെ ഒക്കെ ഒരു ഏരിയ ഉണ്ട്. അവിടെയാണെങ്കിൽ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല, ഒരു സാധനം നമുക്ക് മേടിക്കാനൊന്നും ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവരുടെ ലാംഗ്വേജിൽ എന്തൊക്കെയോ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ജീവികളുണ്ടെന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഫോട്ടോ കണ്ട് മനസ്സിലാക്കണം അത്ര. കാരണം ABCD ഇവരുടെ വായിക്കാൻ എനിക്കറിയാൻ മേല. അവിടുന്ന് പിന്നെയും മുന്നോട്ടേക്ക് നടന്നു കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ആ ഒരു കാരവൻ കണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ കാരവൻ കാണാനായിട്ട്. ആൾക്കാരുടെ ഒരു വേ ഓഫ് തിങ്കിങ്, അവരുടെ ഒരു വൈബിങ് രീതി എല്ലാം തന്നെ വേറെയാണ്. ഇവർ ഫാമിലിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ സാറ്റർഡേ സൺഡേസൊക്കെ ഇവർ കാരവാൻ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്നു, സ്റ്റേ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് ഇവർ കൂടുതൽ എൻജോയ് ചെയ്യാനുള്ളത്. പിന്നെ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ചെമ്മരിയാടുകളെ കാണുന്നത്. കുറേ ചെമ്മരിയാടുകൾ നിന്ന് തിന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ കാണാനുള്ള ആക്രാന്തം മൂത്ത് ഞങ്ങൾ നടന്ന് ഇതിൻ്റെ അടുത്ത് വരെ ചെന്നു കേട്ടോ. അടുത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫുള്ള് ചെമ്മരിയാടിൻ്റെ അപ്പിയായിരുന്നു. പിന്നെ അതെല്ലാം ഉണങ്ങിയിരിക്കുന്നത് കൊണ്ട് കാലിലൊന്നും പിടിച്ചില്ല. ഇത്രയും കുഞ്ഞു പിള്ളേർ വരെ വലിയ ബാഗൊക്കെ തൂക്കിയിട്ട് അവരവരുടെ സമ്മർ വെക്കേഷൻ എൻജോയ് ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ ഇവിടെ ഈ അധികം കണ്ടുവരുന്നത്. പിന്നെ ഈ വെള്ളമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം. ഇത് വെള്ളം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇത് ബീച്ച് തന്നെയാണോ എന്ന് വരെ തോന്നിപ്പോയി. പിന്നെ വലിയ തിരയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു ബീച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നുണ്ടായിരുന്നു. അത് അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഇച്ചായനൊരു സംശയം, ഇത് ശരിക്കും കടൽ തന്നെയാണെന്ന്. അങ്ങനെ വായിൽ വെള്ളം വെച്ച് നോക്കുകയാണ് കേട്ടോ. വായിൽ വെള്ളം വെച്ച് ഉപ്പുണ്ടോ എന്ന് നോക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇത് കടൽ തന്നെയാണെന്ന് പറഞ്ഞു. അമ്മയും കുറേ താറാവും കുഞ്ഞുങ്ങളും കൂടെയും നീന്തി വരുന്നുണ്ടായിരുന്നു. ഇത് കടലിന് മുന്നേ എത്തുന്നൊരു തടാകമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കേക്കടെ ഇങ്ങനെ വഴികൾ വിട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ചെയറൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയായാലും നല്ല രീതിയിലാണ് ഇവരിതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്.